ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് സന്നിധാനവും പരിസരവും. നാളെയാണ് ശബരിമലയിൽ മണ്ഡലപൂജ. ഇന്ന് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ടോടുകൂടി സന്നിധാനത്ത് എത്തുകയും ചെയ്യുന്നു. ഉച്ചയ്ക്ക് പമ്പയിലെത്തുന്ന ഘോഷയാത്ര 1:30-ക്ക് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരിക്കും. അതിനുശേഷം 3 മണിക്കായിരിക്കും പമ്പയിൽ നിന്ന് ഘോഷയാത്ര പുറപ്പെടുക. വൈകിട്ട് സന്നിധാനത്ത് എത്തിയതിനു ശേഷം വൈകിട്ടാണ് തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കുക. ഈ മണ്ഡലപൂജയോടനുബന്ധിച്ച് ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുന്ന കാര്യത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 50,000 പേർക്ക് മാത്രമാണ് വെർച്വൽ ക്യൂ വഴി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ 60,000 പേർക്കും 5,000 പേർക്ക് ആയി സ്പോട്ട് ബുക്കിംഗ് നിജപ്പെടുത്തിയിട്ടുമുണ്ട്. ആ രീതിയിലാണ് ആ ക്രമീകരണങ്ങൾ. മാത്രമല്ല ഇന്ന് രാവിലെ 11 മണിക്ക് ശേഷം പിന്നെ ഭക്തരെ പമ്പയിൽ നിന്ന് കയറ്റിവിടുന്നത് 5 മണിക്കായിരിക്കും. അതായത് തങ്കയങ്കി ഘോഷയാത്ര 3 മണിക്ക് പമ്പയിൽ നിന്ന് പുറപ്പെട്ട് അതിനുശേഷം ശരംകുത്തിയിൽ ഘോഷയാത്ര എത്തിയതിനു ശേഷം മാത്രമേ ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിടുകയുള്ളൂ. ഇന്ന് 1 മണിക്ക് നടയടച്ചതിന് ശേഷം പിന്നെ 5 മണിക്കായിരിക്കും നട തുറക്കുക. വൈകിട്ടത്തെ ദീപാരാധന കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഭക്തർക്ക് ദർശനം സാധ്യമാവുകയുള്ളൂ. സജികുമാറിനൊപ്പം ടി എസ് ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.